എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സീരിയൽ മാനിയ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. അപ്പൊ ഞാൻ എത്തിയിരിക്കുന്നത് കഥാനായിക സീരിയലിന്റെ നാളത്തെ ആ ഒരു സൂപ്പർ ഹിറ്റ് കഥയും ഒക്കെ ആയിട്ടാണ്. അപ്പം ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നേരെ നാരായണിയുടെ കഥയിലേക്ക് പോയാലോ. കഥ തുടങ്ങുമ്പോൾ തന്നെ നമ്മളെ കാണിക്കുന്നത് പപ്പനാണെങ്കിൽ ആ ഒരു ചായക്കടയിൽ നിന്ന് പലഹാരമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് ദേഷ്യമൊക്കെ ആയിട്ട് നമ്മുടെ ബാലഗോപാലൻ അങ്ങ് കയറി വരുന്നത്. ബാലഗോപാലിന്റെ ആ ദേഷ്യം പിടിച്ച മുഖം കാണുമ്പോൾ പപ്പൻ എന്തൊക്കെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നുകയാണ് കേട്ടോ. പപ്പൻ ചോദിക്കുന്നുണ്ട്, അല്ല എന്താണ് ബാലഗോപാലൻ സാറേ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കാണ്. അതെ, ഞാൻ അന്ന് തനിക്ക് കുറെ വാഗ്ദാനങ്ങളൊക്കെ തന്നായിരുന്നു, പക്ഷെ ഒരു രക്ഷയില്ലടോ. തന്റെ അനന്തരവള് നാരായണിക്ക് വേണ്ടി എന്റെ അനൂപിനെ ഞാൻ ആലോചിച്ചായിരുന്നല്ലോ. ആ കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതിന് ഞാൻ അന്നേ പറഞ്ഞല്ലോ അത് നടക്കില്ല എന്നുള്ളത്. അപ്പൊ പപ്പൻ ഇങ്ങനെ പറഞ്ഞതും നമ്മുടെ ബാലഗോപാലൻ പറയുന്നുണ്ട്, അത് തന്നെയാണ് എനിക്ക് തന്നോട് ഇപ്പോൾ പറയാനുള്ളത്. ഞാൻ ആ കല്യാണത്തിന് വലിയ കാര്യത്തിനൊക്കെ നടന്നതാണ്, പക്ഷെ എന്ത് ചെയ്താൽ എന്റെ പെങ്ങള് ഭാരതി അതിന് സമ്മതിക്കുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കിനും പിന്നെ എനിക്ക് മറ്റു ഉപായമൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ഞാൻ അനൂപിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ട്. അനൂപ് ഇനി നാരായണിയുടെ പിന്നാലെ നടക്കില്ല. അതുകൊണ്ട് നിങ്ങൾ ഏതൊരു ചെറുക്കനെങ്കിലും അത്യാവശ്യം കൊള്ളാവുന്ന ഒരു കുടുംബത്തേക്ക് നാരായണിയെ കല്യാണം കഴിപ്പിച്ചയക്കാനാണ് ബാലഗോപാലിന്റെ ആ ഒരു ശാസന. അങ്ങനെ പുള്ളിക്കാരൻ അവിടെ നിന്ന് പോയി കേട്ടോ. പോയി കഴിയുന്ന സമയത്ത് നാരായണി ദാ കളരിക്കലമ്മയുടെ മുന്നിൽ നിന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, എന്റെ ശത്രുവിനെ എത്രയും പെട്ടെന്ന് തന്നെ തീർക്കാനായിട്ടുള്ള ആ ഒരു ശക്തി എനിക്ക് പകർന്നു തരണേ എന്റെ കളരിക്കൽ അമ്മേ എന്നൊക്കെ വിചാരിച്ച് ഇവൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ആ ഒരു സമയത്താണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് നമ്മുടെ ബാലഗോപാലിനെയാണ്. അപ്പൊ പുള്ളിക്കാരനാണെങ്കിൽ വലിയ ടെൻഷനിലാണ് ഇങ്ങനെ വരുന്നത്. എന്ത് ചെയ്യും? അനൂപാണെങ്കിൽ ആ പെണ്ണിന്റെ പിന്നാലെ തന്നെ നടക്കുകയാണ്. അവളുടെ അമ്മയും അവളും ഒക്കെ തമ്മിലുള്ള ആ ഒരു കാര്യങ്ങള്, ആ ഒരു മുഖഛായയും എല്ലാ കാര്യങ്ങളും പുള്ളിക്കാരൻ ഇങ്ങനെ ആലോചിക്കുകയാണ്. പത്മജ എന്തുമാത്രം സുന്ദരിയായിരുന്നു. ആ ഒരു പത്മജയുടെ സൗന്ദര്യമൊക്കെ കണ്ടിട്ടാണ് താൻ അവളെ സ്വന്തമാക്കണം എന്നൊക്കെ വിചാരിച്ചത് എന്നുള്ള കാര്യമൊക്കെ ഇയാൾ ഇങ്ങനെ ആലോചിക്കുകയാണ്. അപ്പൊ ഈ സമയമാണെങ്കിൽ നമ്മുടെ നാരായണി ആണെങ്കിൽ വീട്ടിലെ ആ ഒരു ജോലിയൊക്കെ തീർത്ത് കിടക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാണ്. അങ്ങനെ അവളൊരു ഉറക്കത്തിലേക്ക് വീഴുന്ന അങ്ങനെ നാരായണി ഉറക്കത്തിലേക്ക് വെഴുതി വീഴുന്ന ആ ഒരു സമയത്താണെങ്കിലോ അവളുടെ അച്ഛന്റെയും അമ്മയുടെയും ആത്മാവ് ആ ഒരു കാഴ്ച അവളെ കാണിച്ചു കൊടുക്കുകയാണ്. പല കാര്യങ്ങളും സ്വപ്നത്തിലൂടെയാണല്ലോ നാരായണി അറിയുന്നത്. അങ്ങനെതാ നമ്മുടെ നാരായണി ബാലഗോപാലൻ തന്റെ അമ്മയെയും അച്ഛനെയും ചതിച്ച ആ ഒരു കഥ അത് അങ്ങ് കാണുകയാണ് കേട്ടോ. അത് അപ്പം എന്ന് പറഞ്ഞാല് നമ്മുടെ ബാലഗോപാലനാണെങ്കിൽ നല്ല ഒന്നാം തരം ഒരു അബ്കാരിയും അതുപോലെ തന്നെ നവശബ്ദ മാധ്യമത്തിന്റെ എഡിറ്ററും ഒക്കെ ആയിരുന്നല്ലോ. അപ്പൊ പുള്ളിക്കാരനാണെങ്കിൽ നല്ല കാശും സാമ്പത്തികമായിട്ടാണേലും അല്ലെങ്കിൽ കായിക ശേഷിയൊക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിലുണ്ട്. പുള്ളിക്കാരൻ ഈ ഒരു നാരായണിയുടെ അച്ഛനെ അതായത് ശരത്ചന്ദ്രനെ അത്യാവശ്യം നല്ല രീതിയിൽ കുടിപ്പിച്ച് പൂസാക്കി. അപ്പം എഴുത്തുകാരനായതുകൊണ്ട് തന്നെ അയാൾ നല്ല ഒന്നാം തരം ഒരു തണ്ണി തന്നെയാണ്. അങ്ങനെ പുള്ളിക്കാരനെ കുടിച്ച് പൂസാക്കിയതാ നമ്മുടെ പത്മജയുടെ അരികിലേക്ക് എത്തിക്കുകയാണ്. പത്മജയാണെങ്കിൽ ഇത് വളരെ വിഷമത്തിലാണ്. തന്റെ വീട്ടുകാരെയും നാട്ടുകാരെയും ഒക്കെ വെറുപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു ശരത്തിനൊപ്പം ഇറങ്ങി പുറപ്പെട്ടത്. അതുകൊണ്ട് തന്നെ അവളുടെ ജീവിതം വളരെ ദുഷ്കരമൊക്കെ ആയിരുന്നു. അങ്ങനെ ദാ നാരായണിയുടെ അമ്മ വളരെ വിഷമിച്ച് നിൽക്കുമ്പം കുടിച്ച് എന്താ പറയാ ലെക്ക് കെട്ട അവസ്ഥയിൽ ശരത്ചന്ദ്രൻ വീട്ടിലേക്ക് വരികയാണ്. പുള്ളിക്കാരനെ ഒരുവിധം പിടിച്ചു താങ്ങി നമ്മുടെ നാരായണിയുടെ അമ്മയും അതുപോലെ തന്നെ ബാലഗോപാലിനും കൂടി അകത്ത് കയറ്റി കിടത്തുന്ന ആ ഒരു സമയത്താണെങ്കിലോ ബാലഗോപാലിന്റെ രീതികളും പെരുമാറ്റവും ഒക്കെ നാരായണിയുടെ അമ്മയ്ക്കെതിരെയാണ്. അപ്പം അവളെ ഒരു മറ്റൊരു കണ്ണോട് കൂടിയാണ് അയാൾ നോക്കുന്നതും സംസാരിക്കുന്നതും ഒക്കെ. എന്നിട്ട് ഒരു ഉപദേശമൊക്കെ കൊടുക്കുന്നുണ്ട്. ഇതുപോലെ കള്ളകുടിയനായിട്ടുള്ള ഒരു ഭർത്താവിനോടൊപ്പം നീ ഇനി എത്ര കാലമാണ് ഇങ്ങനെ സഹിച്ചു ജീവിക്കുന്നത്? നീ ഒരു കാര്യം ചെയ്, നിന്നെ ഞാൻ സംരക്ഷിച്ചുകൊള്ളാം, നീ എന്നോടൊപ്പം ജീവിച്ചോ, ഇവനെ നമുക്ക് എന്താന്ന് വെച്ചാൽ തീർക്കാം എന്നുള്ള രീതിയിൽ നാരായണിയുടെ അമ്മയോട് ഇങ്ങനെ മോശമായി സംസാരിക്കുമ്പോഴത്തേക്കിനും അവളുടെ അമ്മയാണെങ്കിൽ കലി തുള്ളുന്ന ഒരു അവസ്ഥയിലാണ്. അവളുടെ അമ്മ ദേഷ്യപ്പെട്ട് നമ്മുടെ ബാലഗോപാലിനെ ആട്ടി പുറത്താക്കുകയാണ്. അങ്ങനെയുള്ളൊരു സീൻ നാരായണി ആ ഒരു സ്വപ്നത്തിലൂടെ കാണുക കേട്ടോ. അപ്പൊ ഈ സമയത്താണെങ്കിലോ നമ്മുടെ നാരായണി ആ മറ്റൊരു കാഴ്ചയും കൂടെ കാണുന്നുണ്ട്. ബാലഗോപാലിന്റെ പിന്നാലെ ദേവി തന്റെ ആ ഒരു ഉഗ്ര രൂപത്തിൽ പാഞ്ഞെടുക്കുന്ന ആ ഒരു കാര്യം. അപ്പം ബാലഗോപാലിനെ വെച്ചേക്കില്ല എന്ന് തന്നെയാണ് ആ ഒരു കാഴ്ചയിലൂടെ നമ്മുടെ നാരായണിക്ക് മനസ്സിലാകുന്നത്. നാരായണിയാണെങ്കിൽ ഇതാ ഞെട്ടി എഴുന്നേൽക്കുകയാണ്. എഴുന്നേൽക്കുന്ന സമയത്ത് കാണുന്ന ആ ഒരു കാഴ്ച എന്ന് പറഞ്ഞാല് തന്റെ അച്ഛന്റെയും അമ്മയുടെയും ആ ഒരു ആത്മാക്കളും ദേവി അവർക്ക് സഹായിയായിട്ട് എത്തുന്ന ആ ഒരു കാര്യമൊക്കെയാണ്. അപ്പൊ ബാലഗോപാലിനെ തീർക്കാനുള്ള ഒരു പുതിയ തന്ത്രമാണ് നമ്മുടെ നാരായണി കണ്ടെത്തുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ അനൂപിന്റെ ഭാര്യയായി ആ ഒരു വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാല്
അവനെ തീർക്കാനുള്ള ആ ഒരു കാര്യങ്ങളെല്ലാം നാരായണിക്ക് നടപ്പാക്കാൻ സാധിക്കും. അപ്പൊ ഇതൊക്കെ ചിന്തിക്കുകയാണ് നാരായണി. ഈ സമയത്താണെങ്കിലോ നമ്മുടെ വൃന്ദയും അതുപോലെ ഗിരിയും ഒക്കെ വലിയ കാര്യമായിട്ട് നാരായണിയും അനൂപും തമ്മിലുള്ള ആ ഒരു വിവാഹം ഇത്രയും കാലം നമ്മുടെ ബാലഗോപാലൻ അങ്കിളാണെങ്കിൽ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷെ ഭാരതി ആന്റിയുടെ ആ ഒരു എതിർപ്പ് മാനിച്ചുകൊണ്ടാന്ന് തോന്നുന്നു അദ്ദേഹത്തിന് ഇപ്പം നാരായണിയുടെ കാര്യത്തിൽ വലിയ താല്പര്യമൊന്നും ഇല്ല എന്നാണ് അനൂപ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പം ഗിരി ഈ കാര്യങ്ങളെല്ലാം പറയുമ്പോൾ നമ്മുടെ വൃന്ദയ്ക്കാണെങ്കിൽ ഒരു ആശ്വാസമൊക്കെ ആയി കേട്ടോ. വൃന്ദ വിചാരിക്കുന്നുണ്ട് ഭഗവാനെ ആ ഒരു കല്യാണം നടക്കാനേ പാടില്ല, നടന്നു കഴിഞ്ഞാൽ പിന്നെ തീർന്നു, താൻ ഇതുവരെ ഉണ്ടാക്കി വെച്ച സകല സൽപ്പേരും അവസാനിക്കാനായിട്ട് ആ ഒരു കാരണം മാത്രം മതി. അതുകൊണ്ട് തന്നെ അവള് വലിയ വിഷമത്തിലൊക്കെയാണ്. എന്താ വൃന്ദ നീ ഇത്ര സങ്കടത്തിലിരിക്കുന്നതെന്ന് നമ്മുടെ ഗിരി ചോദിക്കുമ്പോൾ വൃന്ദ പറയുന്നുണ്ട്, ഒന്നുമില്ല, കുറച്ച് ദിവസം ആയല്ലോ ഇപ്പൊ ഒന്ന് വീട്ടിലേക്കൊക്കെ പോയിട്ട്, വീട്ടിലേക്ക് പോയാലോ എന്നൊക്കെ ഒന്ന് ആലോചിക്കുകയാണ്. അപ്പൊ നമ്മുടെ വൃന്ദക്കാണെങ്കിൽ നാരായണി അന്ന് വിളിച്ച് കോള് കട്ട് ചെയ്തതിന് ശേഷം നാരായണിയെ വിളിച്ചിട്ട് നാരായണി ഫോണേ എടുക്കുന്നില്ല. അപ്പൊ ഇവളെ നേരിൽ കണ്ട് കാര്യങ്ങളെല്ലാം സംസാരിക്കാമെന്നുള്ള ഒരു പ്ലാനിലാണ് നമ്മുടെ വൃന്ദ ഇങ്ങനെ ഇരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു സൂപ്പർ ഹിറ്റ് കഥയൊക്കെയാണ് നാളെ വരുന്നത്. നാരായണി എന്തായാലും നാരായണിയുടെ ആ ഒരു പക വീട്ടിയിരിക്കും എന്നൊക്കെ കാണിച്ചുകൊണ്ടാണ് നമ്മുടെ പ്രമോ എത്തിയിരിക്കുന്നത്. അപ്പൊ ചാനൽ ഇഷ്ടമാകുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു രാത്രിയൊക്കെ ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്